ഷാഹിദെ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ബഷീർക്ക പോസ്റ്റ് ഓഫീസിലേക്കായിരിക്കും അല്ലേ? സ്റ്റാമ്പ് വാങ്ങാൻ പോയതാ. സ്റ്റാമ്പോ? ഇക്കാലത്തോ? വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉള്ള ഇക്കാലത്ത് കത്തിലൂടെ ആശയവിനിമയം നടത്തുന്ന ഒരേ ഒരാൾ ബഷീർക്ക് മാത്രമായിരിക്കും. ഹലോ, അതെ, നസീഫാണോ? ഉപ്പയില്ലല്ലോ, ഉപ്പ പുറത്തു പോയിരിക്കാണല്ലോ. നിനക്കറിയാലോ ഉപ്പ മൊബൈലൊന്നും യൂസ് ചെയ്യാറില്ലെന്ന്. ഉപ്പാക്ക് ഇപ്പൊ ഫേസ്ബുക്കും വാട്സപ്പും ഒന്നല്ല ആവശ്യം. കുറച്ച് ദിവസം നീ ഉപ്പാട് കൂടെ വന്ന് നിൽക്കണം എന്നാണ് ഉപ്പാടെ ആഗ്രഹം. നിനക്ക് വീക്കെൻഡിലെങ്കിലും ഒരു ദിവസം വന്ന് ഉപ്പാട് കൂടെ താമസിച്ചൂടെ? ആ ശരി, ഞാൻ ഇപ്പൊ വന്നാ പറയാം. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. ബഷീർക്ക, നസീഫ് വിളിച്ചിരുന്നു. അവനൊന്ന് ഒമാനി പോകണമെന്നാ പറഞ്ഞത്. 2 ആഴ്ച കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ. നിങ്ങളോട് പറയാൻ പറഞ്ഞു. ആയിഷ, ഇതിനു മുമ്പും ജിബ്രാന്റെ വരികളിലൂടെ നമ്മൾ ഒരുപാട് തവണ സഞ്ചരിച്ചിട്ടുണ്ട്. ആയിഷ, ഒരിക്കൽ പോലും നേരിൽ കാണാതെ, അന്യോന്യം ശബ്ദം കേൾക്കാതെ മനസ്സിന്റെ ആഴങ്ങളിൽ നിറഞ്ഞു നിന്ന ദിവ്യമായ പ്രണയമായിരുന്നു ജിബ്രാന്റെയും മോസിയാദയുടെയും. രണ്ടുപേരും 2 രാജ്യങ്ങളിലായിരുന്നു. ജിബ്രാൻ അമേരിക്കയിലെ ബോസ്റ്റണിലും മോസിയാദ ഈജിപ്തിലും. ബോസ്റ്റണിൽ നിന്ന് പിരമിഡുകളുടെ നാട്ടിലേക്ക് കാതങ്ങളായിരം. എന്നിട്ടും അവർ കത്തുകളിലൂടെ പ്രണയം കൈമാറി. അവരുടെ പ്രണയം ആത്മാവിലായിരുന്നു. ഭാവനയിലും സ്വപ്നത്തിലും അവർ ആശയവിനിമയം നടത്തുകയായിരുന്നു. ആയിഷ, ഞാൻ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ നീ വായിക്കാറുണ്ടാകുമെന്ന് കരുതട്ടെ. അതെ ബഷീർക്ക, നിങ്ങൾ പറഞ്ഞ പുസ്തകങ്ങൾ ഞാൻ വായിച്ചു. ബഷീറിന്റെ സുഹറയും മജീദിനെയും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒന്നും കൂട്ടിയാൽ എത്രയാന്ന് ചോദിച്ചാൽ എനിക്കും മജീദിന്റെ അതേ ഉത്തരവാക്ക പറയാനുള്ളേ. ഞാനും നിങ്ങളും എന്നും ഒന്നാ. നമ്മൾ ഒരിക്കലും രണ്ടാവുന്നില്ല. മോസിയാദയുടെയും ജിബ്രാന്റെയും കത്ത് ഞാൻ പിന്നെയും വായിച്ചു വെക്കാം. നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്ന കവിതകളിലെ ജിബ്രാനിയേക്കാൾ അനുരാഗത്തിന്റെ ചൂടും വെളിച്ചവുമേറ്റ ജിബ്രാനിയാണ് ഞാൻ നിങ്ങളിൽ കാണുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടേതല്ല. അവർക്ക് നിങ്ങളുടെ സ്നേഹം നൽകാം, നിങ്ങളുടെ ചിന്തകൾ നൽകരുത്. അവർക്ക് അവരുടേതായ ചിന്തകളുണ്ട്. അവരുടെ ശരീരങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് വീടുകൾ ഉണ്ടാക്കാം. പക്ഷേ അവരുടെ ആത്മാക്കളെ അവിടെ പാർപ്പിക്കരുത്. നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും അപ്രാപ്യമായ ഭാവിയുടെ ഭവനങ്ങളിലാണ് അവരുടെ ആത്മാക്കൾ വസിക്കുന്നത്. എന്തോ പ്രവാചകനിലെ വരികൾ ഒരിക്കൽ കൂടെ പങ്കുവെക്കണമെന്ന് തോന്നി. ആയിഷ, ഞാൻ എൻ്റെ ഏകാന്തമായ വാക്കുകൾ ഒഴുക്കട്ടെ. നിന്റെ മനസ്സിലേക്ക് സായാഹ്നത്തിലെ സഞ്ചാരിയായി ഞാൻ വരികയാണ്. ഈ മരുഭൂമിയോട് ഞാൻ വിട ചൊല്ലുകയാണ്. ഇനിയൊരു വസന്തം സാധ്യമോ എന്നെനിക്കറിയില്ല. ജീവിത വീതിയിൽ നിന്ന് ഞാനും എൻ്റെ സ്വപ്നവും ഒരുപാട് അകന്നിരിക്കുന്നു. മറക്കുകയാണ് എല്ലാം. അടുത്തു തന്നെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ, സ്വന്തം ഇക്ക. ഷാഹിദെ, നിന്നോടൊരു കാര്യം പറയണമെന്ന് വെച്ച് കുറച്ച് നാളായി. എന്താ ബഷീർക്ക? ഞാനൊരു തിരിച്ചുപോക്കിനെ കുറിച്ച് ആലോചിക്കുക. എന്തെത്ര പെട്ടെന്ന്? മതിയായടോ, തിരിച്ചു പോണം. അപ്പൊ റൂമിന്റെ കാര്യം എന്താണ്? റൂമിന്റെ കാര്യങ്ങളൊക്കെ ഇനി ഷാഹിൻ നോക്കണം. പറ്റിയാൽ എൻ്റെ മകൻ വന്നു കഴിഞ്ഞാൽ അവിടെ താമസിപ്പിക്കണം. ഷാഹിദെ, എൻ്റെ മകൻ വരുമ്പോൾ ഈ പെട്ടി അവന് കൊടുക്കണം. ബഷീർക്ക, കുറച്ചു ദിവസം നാട്ടിൽ നിന്നിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോന്നൂടെ? ഷാഹിദെ, 30 വർഷമായില്ലേ, ഇനിയൊരു തിരിച്ചു വരവ് ഉണ്ടാവില്ല.
മോൻ മടങ്ങി വന്നിട്ട് പോയാൽ പോരെ ബഷീർക്ക? തിരിച്ചു വരുന്നില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സാധനം വായിച്ചുകൂടായിരുന്നില്ലേ ബഷീർക്ക? ഹബീബെ, 30 വർഷത്തെ സമ്പാദ്യം ഈ നെഞ്ചിലുണ്ട്. മനസ്സിന്റെ ഭാരമളക്കാനുള്ള ഉപകരണം കണ്ടുപിടിക്കാൻ ഞാൻ നന്നായി. അത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇവിടെ ആർക്കും നാട്ടിൽ പോകാൻ കഴിയുമായിരുന്നില്ല. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ സ്നേഹം നൽകൂ. അവർക്ക് നിങ്ങളുടെ ചിന്തകൾ നൽകരുത്. അവർക്ക് അവരുടേതായ ചിന്തകളുണ്ട്. അസ്സലാമു അലൈക്കും. വാലേക്കും സ്ലാം. ഇരിക്കുന്ന നസീഫേ. ഷാഹിദ് കാ, ഉപ്പ എന്താ ഇത്ര പെട്ടെന്ന് പോകാനുള്ള കാരണം? ഉപ്പ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പെട്ടെന്നായിരുന്നു തീരുമാനം. പോണെന്ന് പറഞ്ഞു. പിന്നെ പോകുന്നതിന് മുമ്പ് നിന്നെ ഏൽപ്പിക്കാൻ ഒരു പെട്ടി തന്നിരുന്നു. മോന് നീ ഒത്തിരി പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. അവൻ നന്നായി വായിക്കണം. പഠിപ്പിച്ച് വലിയ ആളാക്കണം. ഐഷ, എപ്പോഴും നീ അവനെ ശ്രദ്ധിക്കണം. ഞാൻ അവൻ്റെ കൂടെ ഇല്ലാത്തതാണ്. ഇപ്രാവശ്യവും ഇക്ക ഈ വരികൾ എഴുതാൻ മറന്നിട്ടില്ലല്ലോ. ഇക്ക, നമ്മുടെ മകൻ പഠിച്ചു വലുതാവുമ്പം നിങ്ങളുടെ അടുത്ത് തന്നെ വരും. അവനെ പഠിപ്പിക്കാനല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഒരിക്കൽ അവൻ അവിടെ വന്ന് സന്തോഷത്തോടെ നിങ്ങളോടൊപ്പം ജീവിക്കും. ഇന്ന് നിങ്ങൾ അവൻ്റെ കൂടെ ഇല്ലാത്ത നഷ്ടങ്ങളെല്ലാം അന്ന് തീർക്കാം. ഇക്ക, പിന്നെ മോൻ അവിടെ എത്തിയാൽ എന്നെ മറന്നു കളയരുതട്ടോ. നിങ്ങളുടെ സ്വന്തം